മാതൃഭൂമി നടത്തുന്ന അക്ഷരോത്സവത്തിന്റെ ധാർമ്മികത ചോദ്യങ്ങളിൽ മാധ്യമപ്രവർത്തകയുടെ തുറന്നെഴുത്താണ് ഇതിന് കാരണം. സ്ഥാപനത്തിലെ തൊഴിൽ പീഡനത്തെക്കുറിച്ചും നീതി നിഷേധത്തെക്കുറിച്ചും ഉന്നയിച്ച പരാതികൾ മാനേജ്മെന്റ് അട്ടിമറിച്ചുവെന്നാരോപിച്ചാണ് മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടെ സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥാപനം സ്ത്രീ ജീവനക്കാരോട് കാട്ടുന്ന നീതികേടാണ് ചർച്ചയാകുന്നത്. ഇത്തരമൊരു സ്ഥാപനത്തിന് സാംസ്കാരിക ഉത്സവം നടത്താൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. തിരുവനന്തപുരം ന്യൂസ് എഡിറ്റർ പി അനിൽകുമാർ, എഡിറ്റർ മനോജ് കെ ദാസ് എന്നിവർ മാനേജ്മെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ ചക്രവ്യൂഹത്തിൽ കുരുങ്ങിയാണ് തനിക്ക് രാജിവെക്കേണ്ടി വന്നതെന്ന് മാധ്യമപ്രവർത്തക ആരോപിക്കുന്നു. മാതൃഭൂമിയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഗത്യന്തരമില്ലാതെ രാജിവെക്കേണ്ടി വരുന്ന 5ാമത്തെ ജേർണലിസ്റ്റാണ് താനെന്നും ഇവർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് എഡിറ്റർക്കെതിരെ നൽകിയ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം വേണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, കാലാവധി നീട്ടിക്കൊടുത്ത് ന്യൂസ് എഡിറ്ററെ സംരക്ഷിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിച്ചതെന്നും പോസ്റ്റിൽ പറയുന്നു. തൊഴിലിടത്തിലെ പീഡനത്തെക്കുറിച്ച് പരാതി നൽകിയപ്പോൾ അത് പിൻവലിപ്പിക്കാനാണ് സ്ഥാപനം ശ്രമിച്ചതെന്ന് മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തുന്നു. പരാതിയില്ലെന്ന് എഴുതി വാങ്ങാനുള്ള നീക്കം നടക്കില്ലെന്ന് കണ്ടപ്പോൾ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും ഇവർ ആരോപിക്കുന്നു. KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ നീതിക്കായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാംസ്കാരിക ഉന്നതിയെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഫെസ്റ്റിവൽ പോലുള്ള വേദികൾ ഒരുക്കുന്ന മാതൃഭൂമി സ്വന്തം സ്ഥാപനത്തിലെ സ്ത്രീകളുടെ പരാതികളിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ മാതൃഭൂമിക്കുള്ളിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും മാധ്യമലോകത്ത് ഗൗരവകരമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. The Hourly News, truth every hour.